സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന് ആദരവ് നൽകുന്ന ഈ മഹനീയ വേദിയിൽ ഈ സഭയുടെ ഒരംഗമെന്ന നിലയിൽ ഒരു പുത്രന് യോജിച്ച വികാരവായ്പോടെയാണ് ഞാൻ നിൽക്കുന്നത്. പിതാവിൻ്റെ നിയമന പ്രഖ്യാപനം സഭാകാര്യാലയത്തിൽ നടക്കുന്ന വേദിയിൽ പ്രഖ്യാപിക്കപ്പെട്ട കഴിഞ്ഞ സന്ദർഭത്തിൽ തന്നെ അതിന് സാക്ഷിയാകുവാനും പിതാവിനെ അഭിനന്ദിക്കുവാനും എനിക്ക് ലഭിച്ച അവസരം ഒരവസ്മരണീയമായ സംഭവമായി എൻ്റെ ജീവിതത്തിൽ മാറിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല സംഭവങ്ങളും അതിൽ വിശ്വാസത്തിൻ്റെയും വിശ്വാസ തീക്ഷണത്തിൻ്റെയും മൂർത്തിഭാവവും ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇപ്പം നമ്മുടെ സഭയിൽ നേതൃ ശുശ്രൂഷ നടത്താൻ നിർവഹിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ യോഗ്യതകളെക്കുറിച്ച് ബൈബിളിൽ പ്രതിപാദിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ അഭിനന്ദ റാഫേൽ പിതാവിൻ്റെ വ്യക്തിത്വം വളരെയധികം ചേർന്ന് നിൽക്കുന്നു എന്ന് കാണാനായിട്ട് കഴിയും. അദ്ദേഹം വളരെയേറെ വിവേകിയാണ്, സഭയുടെ അച്ചടക്കമുള്ള ഒരു പുത്രനാണ്, ഏവർക്കും സ്വീകാര്യനും ഏവരെയും സ്വീകരിക്കുന്നവനുമാണ്, എല്ലാത്തിനും ഉപരിയായ യോഗ്യനായ ഒരു പ്രബോധകനാണ്. റാഫേൽ പിതാവിനെ ശ്രവിക്കുന്ന ഏവരും പറയുന്നൊരു കാര്യം അദ്ദേഹം ഹൃദയം കൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഹൃദയത്തിൻ്റെ നിറവിൽ അതരം സംസാരിക്കുന്നു, അതാണല്ലോ ദൈവവചനം. ആ നിലയിൽ നമ്മുടെ സഭയെയും പൊതുസമൂഹത്തെയും നയിക്കുവാൻ തീർച്ചയായിട്ടും പിതാവിനെ പ്രാപ്തനാക്കിയിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൻ്റെ അനുയോജ്യമായ നേതൃത്വം നൽകാൻ സീറോ മലബാർ സഭയെ നയിക്കുവാൻ പിതാവ് കർമ്മയോഗ്യനായി രംഗത്ത് വന്നിരിക്കുക. അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്താൻ കൂടുന്ന ഒരു സന്ദർഭ നിലയിൽ വ്യക്തിതര വിഷയങ്ങളിലേക്ക് കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മതനിരപേക്ഷത കാത്തു സംരക്ഷിക്കാൻ, സാമുദായിക സൗഹൃദം കാത്തു സംരക്ഷിക്കാൻ, നമ്മുടെ സഭയെ നയിക്കുവാൻ അഭിനന്ദ തട്ടിൽ പിതാവിനെ നമ്മൾ അനുമോദിക്കാൻ കൂടുന്നൊരു യോഗമെന്ന നിലയിൽ തീർച്ചയായിട്ടും വേറെ സന്തോഷമുണ്ട്. സഭയുടെ കരുത്തും പിതാവ് കാത്തു സൂക്ഷിക്കും. നമുക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ടതായിട്ടില്ല. ധീരമായി മുന്നോട്ട് പോകാൻ കാലത്തിൻ്റെ പ്രവാചക ശബ്ദമായി പിതാവ് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധമായിട്ടുള്ള ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ സംസ്കരിക്കട്ടെ. നന്ദി, നമസ്കാരം.